അപ്പോൾ ചെങ്ങായിമാരെ ഇന്നുള്ളത് തഞ്ചാവൂരാട്ടോ. തഞ്ചാവൂർ ഒരു കച്ചവട സംബന്ധമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവിടെയുള്ള ടെമ്പിൾ ഉണ്ട്, ബിഗ് ടെമ്പിൾ, ലോകത്തിൽ തന്നെ ഏറ്റവും കരിങ്കല്ലിൽ തീർത്ത വലിയ ടെമ്പിൾ. ആ ടെമ്പിൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ശൈലിയിൽ, അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ശൈലിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1.5 ലക്ഷം ടണ്ണ് കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് 1000 വർഷങ്ങൾക്ക് മുന്നേ ചോളൻ രാജാവാണ് നിർമ്മിച്ചത്. 7 വർഷമെടുത്തു ഇതിന്റെ പണി കഴിഞ്ഞ് കിട്ടാൻ. ഇതിപ്പോ സിമെന്റോ മണ്ണോ മണലോ ഇല്ല, ഒക്കെ കരിങ്കല്ല് മാത്രം. അതിങ്ങനെ യോജിപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. അതിന്റെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടിക്കറ്റ് ഒന്നുമില്ല, പാസ്സൊന്നും ഇല്ലാതെ എല്ലാ ജനങ്ങൾക്കും വന്ന് ആസ്വദിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഗതിയൊക്കെ പലരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് കയറ്റി വിടാറ്. പല ഭാഗത്തു നിന്നും പല ആളുകളായിട്ടും ഇവർക്ക് വരുന്നുണ്ട്. എല്ലാം പൂർണ്ണമായിട്ടും കല്ലിലാവുമ്പോൾ അത് കാണാനും വളരെ ഭംഗിയാണ്. പല രാജ്യത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്നും, തമിഴ്നാട്, അതേപോലെ കർണാടക, ആന്ധ്ര, വിദേശത്തുനിന്ന് ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട്. ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനും ചരിത്രങ്ങൾ എഴുതാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഈ 3 കവാടങ്ങൾ, ആ 3 കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞതാണ് ഇവിടുത്തെ അവസ്ഥ. 4 പുറം വരാന്തകൾ, നല്ല നീളം വരാന്തകൾ, പിന്നെ ഒറ്റക്കല്ല് തീർത്ത പ്രതിമകൾ, ഡിസൈനുകൾ. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ, ആ മറ്റതിൻ്റെ അടിയിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഇതൊക്കെ ഉണ്ട്, വിഗ്രഹമുണ്ട്. ഈ പേരൊക്കെ ഉണ്ടല്ലോ, അവിടെ പണിയെടുത്തവരും അതിൽ ജോലി ചെയ്തവരൊക്കെ പേരുകൾ കേട്ടോ. രാജാവിൻ്റെ ഒക്കെ പേരുണ്ട്. അതിൻ്റെ അടിയിൽ എല്ലാവരുടെ പേരും കൊത്തി വെച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ജോലി ചെയ്തവർ. പെയിൻറ്റിങ്ങുകളുണ്ടല്ലോ, അതൊക്കെ നാടൻ ഇലകൾ ഉപയോഗിച്ചിട്ട് വരച്ചുണ്ടാക്കിയ പെയിൻറ്റിങ് കേട്ടോ ആ ഉള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു കല്ലുണ്ട്, 80 ടണ്ണ് വെയിറ്റാണ് ആ കല്ലിന്. അത് 65 ആനകളും മനുഷ്യരൊക്കെ പാടെ ചേർന്നിട്ട് വലിച്ച്, ആ മുകളിൽ കാണുന്ന കല്ല്, അതിൻ്റെ മുകളിൽ ഒറ്റ കല്ലാണ്. അത് 80 ടണ്ണ് വെയിറ്റാണ് ഇത്ര. അത് ആനകളും മനുഷ്യരൊക്കെ പാടെ ചേർന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് വലിച്ച് കയറ്റിയെന്നാണ് ചരിത്രം. ആ ഗോപുരത്തിൻ്റെ മുകളിലത്തെ കല്ലിട്ട്, ആ കല്ല്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. വോയിസ് ഓവറൊക്കെ പരാജയമായിരിക്കാം. ഇത് നമ്മൾ തുടക്കമാണ്, ശരിയാക്കിയെടുക്കും, ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു കുറവായിട്ട് കാണരുത്. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു.